ഞാനിപ്പോ ഉള്ളത് നമ്മളെ കൊട്ടിയൂരാണ്. മഴാന്നെല്ലാം പറഞ്ഞ ഹെവി ആയിട്ടുള്ള മഴയാന്ന് കണ്ട. കുറേ ആൾക്കാരുണ്ട്, ഭയങ്കര ജനത്തിരക്കുവാന്ന്. എല്ലാരും കൊടയും പൊക്കി പിടിച്ചിട്ടാണ് കണ്ട. കൊടയും പിടിച്ചിട്ടാണ് എല്ലാരും ഉള്ളത്. പിന്നെ നമ്മൾ ഭക്തിയാണ് എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ ഭയങ്കര ദുർഘടമായിരുന്നു ഈ ഒരു സമയം വരെ ഇവിടെ എത്താൻ. ഏതാണ്ട് 2-3 മണിക്കൂറാണ് അങ്ങ് അവിടെ മുതൽ നമ്മൾ ക്യൂ നിന്നത്. ബാവലിപ്പുഴയിൽ ഒഴുക്ക് ഭയങ്കരമായിരുന്നു കേട്ടോ. മണിത്തറയിലേക്ക് നേരിട്ടെത്തുന്ന ക്യൂലാണ് കേട്ടോ നമ്മളുള്ളത്. ഇവിടുന്ന് നോക്കുമ്പോ അപ്പുറത്തെ പാലത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവരെ കാണാം. പാലത്തിന്റെ മുകളിൽ ടോലയിൽ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. ജനത്തിരക്ക് തന്നെ. ചിലരിത് ആ വഴി അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് നേരിട്ട് മണിത്തറയിലേക്ക് പോകാൻ പറ്റൂല കേട്ടോ. 1000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഈ ക്യൂവിൽ നിൽക്കാണ്ട് ഭഗവാനെ കാണാന്ന് പറയുന്നുണ്ട്. ഇനി അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഒരു പുണ്യ പ്രവൃത്തിയാട്ടെ ഈ കുട്ടി ചെയ്യുന്നത്. ക്യൂവിൽ നിന്ന് എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നുണ്ട്. കാലിയായ ബോട്ടിലുകൾ നിറച്ചിട്ട് വീണ്ടും അവരിത് അതുപോലെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ ഉപകാരമായിരുന്നു. മണിക്കൂറുകളോളം നിൽക്കുന്നവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു അത്. ഈ ഒരു ചളിയിലാണ് മണിക്കൂറുകളോളം നിന്നത്. ഇതാ ഈ ഒരു കല്ലുകൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്ത് മഴയിലെ വെള്ളം കൊടയന്റെ വെള്ളം എല്ലാം ക്യൂ നിന്നവരെ മേ തന്നെ. എന്റെ അമ്മേ. അങ്ങനെ മഴയും ചളിയും കല്ലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ മണിത്തറയിലേക്ക് എത്തിയട്ടോ. അത് അവിടെയാണ് ഭഗവാൻ സ്വയംഭൂവായ സ്ഥലം. പ്രദക്ഷിണ വഴിയിൽ ജലപ്രവാഹം വേണമെന്നുള്ളത് തന്നെ കേട്ടോ വിശ്വാസം. വീണ്ടും ഇതാ കല്ലും ചളിയും ചവിട്ടിയിട്ടുള്ള ദുർഘടമായ തൊഴുത് തിരിച്ചിറങ്ങുന്നവർ ഈ വഴിയും തൊഴാനായിട്ട് പോകുന്നവർ ഇതാ ക്യൂലുമാണ് കേട്ടോ. തിരിച്ചിറങ്ങുന്ന വഴിയിലെ വെള്ളത്തിലെ കല്ല് ഭയങ്കരമായിട്ട് കാലിന് തറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി നടക്കുന്ന വഴിയിൽ കല്ല് തന്നെ കല്ല്. ക്ലോക്ക് റൂം ഉള്ളത് കൊണ്ട് ബാഗും ചെരുപ്പ് സുരക്ഷിതമായിരുന്നു. ചെരുപ്പിനോട് ആദ്യമായി ബഹുമാനം തോന്നിയ ദിവസം. പിന്നെ ഇതാ ബാത്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചില ആളുകൾ അവിടെ നിന്ന് കല്ല് പെറുക്കിട്ട് ഇതുപോലെ ഇങ്ങനെ മേലെ മേലെ വെക്കുന്നുണ്ട്. ഭിക്ഷക്കാരൊക്കെ ഇവിടെ നിരോധിച്ചിരുന്നു കേട്ടോ. ഭക്തജനങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിയ ഓടപ്പൂ മാറ്റിട്ട് ഈ വർഷം പുതിയ ഓടപ്പൂ വാങ്ങി തൂക്കണമെന്നാണ് വിശ്വാസം.